വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചേച്ചി വന്ന് ഈ സോപ്പിംഗ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ദാലാണ് കേട്ടോ. അപ്പം ദാൽ ഉണ്ടാക്കാൻ ചേച്ചിയോടാണ് അമ്മ പറഞ്ഞത്. കാരണം കുറച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ദാലൊന്നും ഉണ്ടാക്കുന്നത് പതിവില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ആഘോഷിച്ച് ദാലുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തന്നത് നല്ല അവരവിടെ ഗൾഫിലൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പം ഞങ്ങളിവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല, അറിയത്തുമില്ല. അപ്പം ഉണ്ടാക്കി തന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞപ്പം മടിച്ചിക്കോത എൻ്റെ തലയിൽ ഇടുന്നതിൻ്റെ സോപ്പിംഗാണ് നടത്തിയത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് ഉണ്ടാക്കി നമുക്കും പഠിക്കാമല്ലോ, അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ അതിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കണം കേട്ടോ. ഇതെല്ലാം ചേച്ചിയുടെ ഇൻസ്ട്രക്ഷൻസ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അത്രയും വേണം, അല്ല ഇത്രയും വേണമെന്നല്ല, ഇന്ന സാധനങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അതെല്ലാം വെച്ച് എങ്ങനെ ഉണ്ടാക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അത് വെച്ച് അതുപോലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഉരുളക്കിഴങ്ങ് വേണം, സവാള വേണം, തക്കാളി വേണം, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഞാനന്ന് അരിഞ്ഞെടുത്ത്, പിന്നെ നമ്മുടെ പയർ ഞാൻ നന്നായിട്ട് കഴുകി കുതിർക്കാൻ വേണ്ടിയല്ല, ജസ്റ്റ് കഴുകി ഞാൻ ഈ അരിയുന്ന സമയത്തൊന്ന് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം കുതിർക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പരിപ്പ് അറിയാമല്ലോ, നമ്മുടെ സാമ്പാറിനൊക്കെ ഇടുന്ന പരിപ്പ്, ആ പരിപ്പാണ് കേട്ടോ. അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനിതെല്ലാം അരിഞ്ഞെടുത്ത് റെഡിയാക്കി നമ്മുടെ കുക്കറിനകത്തിട്ട് വെക്കാൻ പോവാം. അങ്ങനെ ദാൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് റെഡിയാക്കി കേട്ടോ. നമ്മുടെ പരിപ്പും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തക്കാളി, ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് അത് വേവാൻ മാറ്റി വെച്ചു. പിന്നെ അത് വേവുന്ന സമയത്തേക്ക് ഞാൻ നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പം ഒരു 6-7 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മെഴുക്കുവരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിചാരിച്ച അത്രയും വെണ്ടയ്ക്ക നമുക്ക് കിട്ടിയില്ല. ഉണ്ടായിരുന്ന അത്രയും വെണ്ടയ്ക്ക നമുക്ക് യൂസ് ആക്കാൻ പറ്റിയില്ല. കാരണം അത് മുറ്റിപ്പോയി. ഒരു 3-4 എണ്ണേ നമുക്ക് എടുക്കാൻ കിട്ടിയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം മുറ്റിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചത് തികയത്തില്ല, ഇത്രയും മാത്രം വെച്ച് നമ്മൾ മെഴുക്കുവരട്ടി വെച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തോരനേക്കാളും ഇഷ്ടമാണ് മെഴുക്കുവരട്ടി. അപ്പം കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് അതും കൂടെ അരിഞ്ഞിട്ട് നമ്മുടെ കോവയ്ക്കയും വെണ്ടയ്ക്കയും കൂടെ ഇട്ട് മെഴുക്കുവരട്ടി വയ്ക്കാൻ പോവാണ് കേട്ടോ. സമയം ഞാൻ അരിഞ്ഞു വയ്ക്കുന്ന സമയത്തേക്ക് നമ്മുടെ ദാൽ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ കുക്കർ തുറന്ന് നന്നായിട്ടൊന്ന് ഉടച്ചൊക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ ഉടച്ചൊക്കെ എടുത്തിട്ട് ബാക്കി ഇനി കടുക് കടുകും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ദാലിൻ്റെ പരിപാടികൾ ഫുള്ള് കഴിയും. അപ്പം ഞാൻ നോക്കിയപ്പം കുറച്ച് വെള്ളം കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി അതിനകത്തോട്ട് ഒഴിച്ചു കേട്ടോ. അങ്ങനെ വെള്ളവും കൂടെ ചൂടാക്കി നമ്മുടെ ഇതിനകത്തോട്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കണം. ഇത് ഇച്ചിരി ടൈറ്റായിപ്പോയി, കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കാമെന്ന് വിചാരിച്ച് ഇത് ചെയ്തിട്ട്. എനിക്ക് ഒട്ടും ഉപ്പ് നോക്കാൻ അറിയില്ല. ഏത് കറി വെച്ചാലും എനിക്ക് ഉപ്പ് നോക്കാൻ വലിയ വശമില്ല. അപ്പം ഞാൻ അമ്മയെ വിളിച്ച് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി. അങ്ങനെ കറക്റ്റാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഒരു കട്ടൻ ചായയൊക്കെ വിട്ട് എൻ്റെ ശീലമാണ് കേട്ടോ. എനിക്കിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ കുടിച്ചുകൊണ്ട് ചെയ്യാൻ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ നേരെ കടുക് വറക്കാണ് കേട്ടോ. കടുക് വറുത്ത് അത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ദാലിൻ്റെ പരിപാടി കഴിഞ്ഞാൽ അത് മാറ്റിയതിന് ശേഷം നമുക്ക് മെഴുക്കുവരട്ടി വെക്കണം. പിന്നെന്താണ്, മീൻ വറക്കാനുണ്ട് കേട്ടോ, അതുകൂടെ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ കടുക് വറുത്തൊഴിക്കട്ടെ.
കടുക് വറുത്തൊഴിക്കാൻ എല്ലാം ഇട്ട് സവാള കൊച്ചുള്ളിയൊക്കെ ഇട്ട് കൊച്ചുള്ളിയും നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു ശകലം മുളക് പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് അടച്ചങ്ങ് വെച്ചേക്കാം കേട്ടോ. ശകലം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടി. എന്നിട്ട് ഞാൻ അതേ പാനിനകത്തോട്ട് തന്നെ നമുക്ക് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പം അതിന് ആദ്യം എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും കോവയ്ക്കയും കൂടെ ചേർത്ത് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ ദാല് കറി ഇവിടെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മെഴുക്കുവരട്ടിക്ക് വെച്ചിട്ടുണ്ട്, അതിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നേരെ മീൻ വറുക്കാൻ പോവാണ് കേട്ടോ. ഇത് മീൻ വറുക്കുന്നത് ഇന്നലെ വാങ്ങിച്ച മീനാണ് കേട്ടോ. അത് ചാളയാണ്, കുഞ്ഞു ചാളകൾ. അപ്പം അത് ഒന്ന് മസാല ചേർത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്നും എടുക്കുക, എല്ലാ ജോലിയും പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ മെഴുക്കുവരട്ടി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂടെ നമ്മുടെ മീനും കൂടെ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ പരിപാടി കഴിഞ്ഞു. പിന്നെ മീൻകറി ഇരിപ്പുണ്ട്, അതും ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ. ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്, ചൂര. അങ്ങനെ ഇത് മീൻ വറക്കാൻ വേണ്ടിയുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട, ഉച്ചക്കലത്തേക്ക് ആവശ്യത്തിന് വേണ്ട മീൻ ഇന്നലെ മസാല ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. കുഞ്ഞു ചാളകളാണ്. അപ്പം അതും കൂടെ അങ്ങ് വറുത്തെടുക്കുകയാണ്. നമ്മുടെ മെഴുക്കുവരട്ടിയും മീൻ വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട്, ദാലും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഞാൻ പിന്നെ ചോറ് കഴിക്കാൻ പോവാണ്. മീൻ കറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, ദാലുണ്ട്, എല്ലാം കൂടി കൂട്ടി ചോറ് കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.